ഹായ് മക്കളെ, തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഈ വീഡിയോ റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നീറ്റിന് വേണ്ടി ഒരു വർഷം കൂടെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന കുട്ടികൾക്ക്. നോക്കൂ, വിക്ടറി ഹാസ് 1000 fathers ബട്ട് ഫെയിലർ ഈസ് ആൻ ഓർഫൻ. വിജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, അതിൻ്റെ ഭാഗമാകാൻ 1000 അച്ഛന്മാരുണ്ടാകും, 1000 പേരുണ്ടാകും. ബട്ട് പരാജയം എപ്പോഴും അനാഥനായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു പോയിന്റിനോട്, ഈ ഒരു മൊമെൻറ്റിനോട് ഏറ്റവും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടായിരിക്കും ഇത്. ഒരുപക്ഷെ കഴിഞ്ഞ നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് മികച്ചൊരു മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഉയർന്ന റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന സ്കോർ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ചുറ്റും നിന്ന് ആഘോഷിക്കാൻ, നിങ്ങളെ പൊക്കി പറയാൻ, ആ വിജയത്തിൻ്റെ ഉത്തരവാദിത്തം ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നിങ്ങളുടെ ചുറ്റും 1000 ആളുണ്ടായേനെ. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് നിങ്ങൾക്ക് അടി തെറ്റിയപ്പോൾ, നിങ്ങളുടെ മാർക്ക് ഇച്ചിരി കുറഞ്ഞു പോയപ്പോൾ, നിങ്ങളുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങളുടെ ചുറ്റും ആരും ഉണ്ടാകില്ല. നിങ്ങൾ ഒറ്റക്കായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. ജീവിതം ഇങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഡിസിഷൻ എടുക്കേണ്ടത് വിജയിക്കുമ്പോൾ ചുറ്റും കൂടുന്നവരോ പരാജയപ്പെടുമ്പോൾ ദൂരെ നിന്ന് അഭിപ്രായം പറയുന്നവരോ ആകരുത്, നമ്മളായിരിക്കണം. ഗൈസ്, എനിവേ, ഞങ്ങൾ ഓഫ്ലൈനിൽ നമ്മുടെ റിപ്പീറ്റേഴ്സിന് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യോദ്ധ 2.0 റിപ്പീറ്റേഴ്സ് സ്പെഷ്യൽ ബാച്ച്. അതിലേക്ക് ഒരുപാട് കുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. റിപ്പീറ്റേഴ്സിന് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സ്റ്റഡി പാറ്റേണോട് കൂടിയാണ് ആ ഒരു ബാച്ച് നടക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് കുട്ടികളിൽ നിന്ന് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സാറേ, നിങ്ങൾ ഒരുപാട് സ്കോളർഷിപ്പുകൾ ഞങ്ങൾ തരുന്നുണ്ട്. ആ ഒരു ബാച്ചിനകത്തൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് സ്കോളർഷിപ്പ്, കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കോളർഷിപ്പ് സ്കീം നമ്മളാണ് തരുന്നത്. ബട്ട് സ്റ്റിൽ അത്രയൊക്കെ സ്കോളർഷിപ്പ് കിട്ടിയാൽ പോലും ഞങ്ങൾക്കൊരു അടുത്ത വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ല സാർ, ആ ഒരു ഓഫ്ലൈനിൽ ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂല സാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കുട്ടികളുടെ ജെന്യുവിനായിട്ടുള്ള മെസ്സേജുകൾ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് തന്നെ വി തോട്ട് എന്തുകൊണ്ട് വളരെ അഫോർഡബിളായ പ്രൈസിൽ ഓൺലൈനിലൂടെ നമുക്ക് ഈ ഒരു ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാന്ന്. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ട് നൗ വി ആർ ഇൻട്രൊഡ്യൂസിങ് അവർ യോദ്ധ 2.0 റിപ്പീറ്റേഴ്സ് സ്പെഷ്യൽ ബാച്ച് ഇൻ ഓൺലൈൻ ഓൾസോ. ഓൺലൈനിലും ഞങ്ങൾ ഇതേ ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ എന്തൊക്കെയാണോ ഓഫ്ലൈനിൽ ഈ ഒരു സ്പെഷ്യൽ ബാച്ചിനകത്ത് നമ്മൾ കൊടുക്കുന്നത് അതെല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനിൽ ലഭ്യമാക്കി തരും. അവിടുത്തെ സെയിം ഫാക്കൾട്ടീസ്, സെയിം മെറ്റീരിയൽസ്, സെയിം എക്സാംസ്, സെയിം ലെവൽ ഓഫ് ടീച്ചിങ്, എവറിത്തിങ് അതെല്ലാം ഓൺലൈനിലേക്ക് പറിച്ചു നട്ടാൽ എങ്ങനെ ഉണ്ടാകുമോ ആ ഒരു രീതിയിൽ. ബട്ട് സ്റ്റിൽ ഓഫ്ലൈന് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്കറിയാം, ഒരു എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പക്ഷേ നിങ്ങൾക്കത് അഫോർഡബിൾ അല്ല എങ്കിൽ ദ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഓൺലൈനിൽ അതേ കാര്യം കിട്ടുക എന്നുള്ളതാണ്, അല്ലേ? സോ ഓൺലൈനിലേക്ക് നമ്മളത് കംപ്ലീറ്റ് ലെവലിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈ എ സ്പെഷ്യൽ ബാച്ച്? എന്തുകൊണ്ടാണ് റിപ്പീറ്ററിന് സ്പെഷ്യൽ ബാച്ച് വേണ്ടി വരുന്നത്? ലുക്ക്, നമ്മൾ വീണ്ടും ഒരു തവണ കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ആ ബേസ് മുതൽ ക്ലാസ് കിട്ടേണ്ട ഒരു കാര്യമില്ല, അല്ലേ? സാധാരണ നിങ്ങൾ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയത് വളരെ ബേസിൽ നിന്നാണ്. നമ്മളിപ്പോൾ വെക്റ്റർ ഫിസിക്സിലൊക്കെ നമ്മൾ 1 ഡയമെൻഷൻ 2 ഡയമെൻഷനൊക്കെ പഠിക്കുന്ന സമയത്ത് വെക്റ്റർ ആൾജിബ്ര മുതൽ നമ്മൾ പഠിച്ചു വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വെക്റ്റർ ആൾജിബ്ര അറിയാം, വീണ്ടും അവിടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതില്ല. ഏറ്റവും ബേസിക് ആയുള്ള കോൺസെപ്റ്റുകളിൽ വീണ്ടും കുറേ സമയം ചെലവഴിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം ഒരു റിപ്പീറ്റർ എന്ന നിലക്ക് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട മനോഭാവം, ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി തോന്നുന്ന സബ്ജക്റ്റുകൾ, നിങ്ങൾക്ക് പ്രശ്നം വന്ന സബ്ജക്റ്റുകളെ, നിങ്ങൾക്കൊരു ലെവലിലേക്ക് എത്താൻ പറ്റാത്ത സബ്ജക്റ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ എക്സാം ഓറിയൻറ്റഡ് ആയി നിങ്ങളുടെ മിസ്റ്റേക്കുകൾ തിരുത്തി പഠിക്കുക എന്നതാണ് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ സമയം തിയറി ക്ലാസ്സുകളിൽ സ്പെൻഡ് ചെയ്യുന്നതിനപ്പുറത്ത് കുറച്ചുകൂടെ നിങ്ങളെ ലെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രശ്നമുള്ള ഏരിയകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ക്യുക്കായിട്ട് പഠിച്ചെടുക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇയറിൽ അവലംബിക്കേണ്ടത്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയാണ് നമ്മളിതൊരു ടൈലേർഡ് ഫിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് തരാൻ പോകുന്നത്. നോക്കൂ, ഈ ഒരു ഓൺലൈൻ റിപ്പീറ്റർ യോദ്ധ സ്പെഷ്യൽ ബാച്ചിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എവറി ഡേ നിങ്ങൾക്ക് ഒരു 4 hour ക്ലാസ് ഉണ്ടാകും. നിങ്ങൾക്ക് നമ്മൾ ഷെഡ്യൂൾ തരും, 4 hour ക്ലാസ്. ഇതിനകത്ത് നോക്കൂ, റിപ്പീറ്ററിന് എടുക്കുന്ന പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടെ സ്പീഡിലായിരിക്കും,
കണ്ടന്റ് നമ്മളൊന്നും സ്കിപ്പാക്കില്ല. അതേ സമയത്ത് റിപ്പീറ്ററിന് വളരെ ബേസിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്കത് മടുക്കും. ശരിക്കും നിങ്ങൾക്കത് ആവശ്യമില്ല. നിങ്ങളുടെ ഒരു ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുപാട് വർഷങ്ങളായി ഈ പരിപാടി ചെയ്യുന്ന ആളുകളാണ്. സോ ഒരു റിപ്പീറ്ററിന് എങ്ങനെയാണ് വേണ്ടത് എന്ന രീതിയിൽ നമ്മൾ ആ ഒരു ക്ലാസ്സിൻ്റെ തിയറി വെറുതെ ബേസിക് കാര്യങ്ങൾ പറയുന്നതിന് പകരം കുറച്ചുകൂടെ ലെവലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന് നിങ്ങളൊരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് മാസ്റ്റർ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇവിടെ കിട്ടുക. ആ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൾട്ടി ലൈനപ്പ് മാത്രമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുക്കാൻ നമുക്കൊരു സെറ്റ് ഓഫ് നമ്മുടെ ടോപ്പ് ഫാക്കൾട്ടീസ് ഉണ്ടായിരിക്കും. ആൻഡ് ഗൈസ്, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ ടോപ്പിക്സും കഴിയുമ്പോൾ ഓരോ ടോപ്പിക്സിൻ്റെയും അകത്ത് കൂടുതൽ ഡിസ്കഷൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും മുന്നോട്ട് പോവുക. നിങ്ങളെ കൂടുതൽ ക്വസ്റ്റ്യൻസിനോട് നിങ്ങളെ അഡാപ്റ്റ് ആക്കി എടുക്കുന്ന രീതിയിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു ക്ലാസ്സസ് പോവുക. അങ്ങനെ ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ ടീച്ചേഴ്സ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അനേകം ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യനും ടീച്ചേഴ്സ് തന്നെ ഡിസ്കസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിൽ ആദ്യത്തെ 2 സെറ്റും ഒരു ബേസിക് ലെവൽ, ആവറേജ് ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു പ്രോ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കിട്ടും. ഈ പ്രോ ലെവൽ ക്വസ്റ്റ്യൻസ് വരെ നമ്മുടെ റിപ്പീറ്റേഴ്സിന് അടക്കം കിട്ടുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മുടെ ഫാക്കൾട്ടി ഡിസ്കസ് ചെയ്തിരുന്നത്, ഇതെല്ലാം വീഡിയോ ക്ലാസ്സസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ശേഷം ഈ പ്രോ ലെവൽ ക്വസ്റ്റ്യൻസിന് ശേഷം നമ്മുടെ JEE അഡ്വാൻസ് ഫാക്കൾട്ടീസിൻ്റെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിലാണ് ഈ ഒരു കേസുകൾ ഉണ്ടാവുക. JEE അഡ്വാൻസ് ഫാക്കൾട്ടീസിൻ്റെ ക്ലാസ്സുകൾ കൂടെ ഇതേ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട അഡ്വാൻസ് ഫാക്കൾട്ടീസിൻ്റെ ഒരു പ്രോബ്ലം സോൾവിങ് സെഷൻ കൂടെ, കുറച്ചുകൂടി ഒരു ഹൈ ലെവലിലുള്ള പ്രോബ്ലം സോൾവിങ് സെഷൻ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കാരണം നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കുറച്ചുകൂടി ഒരു ടഫ് ലെവലിലേക്ക് നമ്മുടെ എക്സാംസ് പോവുകയാണ്. സോ ഏത് ലെവലിൽ ചോദ്യം വന്നാലും അത് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഉയരേണ്ടതുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ആയിട്ട് ഇതിനകത്ത് കിട്ടും. അതിനു പുറമെ നിങ്ങൾക്ക് നമ്മുടെ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, ഓരോ ടോപ്പിക്കും കഴിയുമ്പോഴുള്ള അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതിനിടയിൽ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും DPP, ഓരോ ചാപ്റ്ററിൻ്റെയും DPP പ്രോബ്ലംസ് നിങ്ങൾക്ക് വീണ്ടും കിട്ടും. മറ്റേതൊരു ടെക്സ്റ്റ് ബുക്കുകളുടെയും അല്ലെങ്കിൽ മറ്റേതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ബുക്കുകളുടെയും സഹായം പോലും വേണ്ടാത്ത രീതിയിൽ ഈ ഒരൊറ്റ ആപ്പിൻ്റെ, നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ മാത്രം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗൈസ്, ഇതിനു പുറമെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ഫാക്കൾട്ടീസിൻ്റെ സൂം സെഷൻസ്, നിങ്ങൾക്ക് ലൈവ് സെഷൻസ് സൂമിലോ അല്ലാതെയോ ആയിട്ടുള്ള നമ്മുടെ ലൈവ് സെഷൻസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ, നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ച കാര്യങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ, ഏതെങ്കിലും ലെവൽ ക്വസ്റ്റ്യൻസിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സോ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഈ ഒരു ലെവലിലുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ആൻഡ് ബയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ വളരെ ബേസിക്കിൽ വീണ്ടും വായിപ്പിക്കുന്നതിന് പകരം നിങ്ങളെ കുറച്ചുകൂടെ ലെവലപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ തന്നെയായിരിക്കും ബയോളജിയിലും പോവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരുപാട് സമയം ക്ലാസ് കേൾക്കുക എന്നതിനപ്പുറത്ത് നമ്മുടെ ഉള്ള ലെവൽ ഉയർത്തുക എന്നതാണ് നമ്മൾക്ക് വേണ്ടി വരുന്ന കാര്യം. ആൻഡ് ഓഫ് കോഴ്സ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ചില സബ്ജക്റ്റുകൾ നമുക്ക് ബേസ് മുതൽ തന്നെ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ ബേസ് മുതൽ തന്നെ പഠിക്കേണ്ടി വരും, ആവശ്യമുണ്ടാകും. അതിന് ഒരു കുഴപ്പമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിപ്പീറ്റർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സിൻ്റെ ക്ലാസ് കൂടെ ഓപ്പൺ ആയിരിക്കും. റിപ്പീറ്റേഴ്സിൻ്റെ ക്ലാസ്സസ് കൂടെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അത് വളരെ ഡിഫിക്കൽട്ടാണ്, നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ പോരാ, നിങ്ങൾക്ക് ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ മാത്രം അവിടെ പോയിട്ട് കാണാവുന്നതാണ്. കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും, ആ ലെങ്തി ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അല്ലാത്ത എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം തിയറി പഠിച്ച് സമയം കളയുക, അല്ലെങ്കിൽ തിയറി വീണ്ടും അറിയുന്നത് വീണ്ടും കേട്ട് നിങ്ങളുടെ സമയം പോവുക എന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ ചാപ്റ്റർ വൈസ് എക്സാമുകൾ, ഇതിൻ്റെ കൂടെ തന്നെ ഓരോ
ചാപ്റ്ററും കഴിയുമ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും. ചാപ്റ്റർ വൈസ് എക്സാമുകൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ ഉണ്ടായിരിക്കും. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഈ വീക്ക്ലി ടെസ്റ്റുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 5 ഡേ ആണ് നിങ്ങൾക്ക് സ്കെഡ്യൂൾ കിട്ടുക. നിങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ സ്കെഡ്യൂൾ കിട്ടും. അതിനുശേഷം സാറ്റർഡേ നിങ്ങൾക്കൊരു സ്റ്റഡി ലീവ് കിട്ടും. ഈ ഒരു മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ പഠിച്ച അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സാറ്റർഡേ റിവൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ സൺഡേ നിങ്ങൾക്ക് ഒരു വീക്ക്ലി എക്സാം ഉണ്ടായിരിക്കും. അതാത് വീക്കിലെടുത്ത കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വീക്ക്ലി എക്സാമുകൾ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ മന്തിലും മന്ത്ലി ക്യുമുലേറ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും മക്കളെ. ഈ മന്ത്ലി ക്യുമുലേറ്റീവ് ടെസ്റ്റിൻ്റെ പ്രത്യേകത നോക്കൂ, ഇത് ഓഫ്ലൈൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആദ്യത്തെ മാസം മുതൽ തന്നെ ഓരോ ജില്ലകളിലും ഒരു സെൻറ്ററിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് പക്കാ നീറ്റിന് എഴുതുന്ന പോലെ ആ ഒരു സെറ്റപ്പിൽ തന്നെ ആ ഒരു കംപ്ലീറ്റ് സജ്ജീകരണങ്ങളോടെ നിങ്ങൾക്ക് ഈ ഒരു ക്യുമുലേറ്റീവ് ഓഫ്ലൈൻ ടെസ്റ്റ് എഴുതാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത, ഈ മാസം എടുത്തതെല്ലാം എല്ലാ ചാപ്റ്ററും ഈ മാസത്തെ ഓഫ്ലൈൻ ക്യുമുലേറ്റീവ് ടെസ്റ്റിനുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്ക് ഈ മന്തിലെയും നെക്സ്റ്റ് മന്തിലെയും കൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അടുത്ത മന്തിൽ എക്സാം ഉണ്ടാവുക. ഇനി അടുത്ത 3-ാമത്തെ മാസമാകുമ്പോൾ അതുവരെ എടുത്തത് ആ രീതിയിൽ ക്യുമുലേറ്റീവ് ടെസ്റ്റുകൾ മന്ത്ലി ഉണ്ടാവും. അതിന് മുൻപ് നിങ്ങൾക്ക് ചെറിയ സ്റ്റഡി ലീവുകളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് എക്സാമുകൾ, നമ്മൾ എന്തൊക്കെ ലെവൽ ഓഫ് എക്സാമുകളാണ് ഓഫ്ലൈനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, എവറിഥിങ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഹിയർ. അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ടീച്ചേഴ്സിൻ്റെ ലൈവ് സെഷൻ നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോയിൽ തന്നെ ടോപ്പിക്സ് മുഴുവൻ മനസ്സിലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടും എഗെയിൻ നമ്മൾ ഈ ടീച്ചേഴ്സിൻ്റെ ലൈവ് സെഷൻസ് നമ്മൾ വെച്ചിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ട് കിട്ടണം, നിങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ട് കണക്ഷൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈവ് സെഷൻസ് പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് ഗൈസ്, നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൾട്ടീസ് തന്നെയാണ്. ഗൈസ് നോക്കൂ, നിങ്ങൾക്ക് ഫിസിക്സിന് ഉണ്ടാവുന്ന ഫാക്കൾട്ടീസ്, നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കാൻ പോകുന്നത് ഷബീർ സാർ ആയിരിക്കും. ഷബീർ സാറ് അതുപോലെ തന്നെ ഷെനാഫ് സാറും തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫിസിക്സ് എടുക്കുന്നത്. ആൻഡ് കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിഷാദ് സാറും അതുപോലെ തന്നെ ഷെഫിൻ സാറും ആയിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് നിങ്ങളുടെ മാത്സ് എടുക്കുമ്പോൾ. യു നോ ഷെഫിൻ സാർ ഓർഗാനിക്കിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ കേരള. ഓക്കെ, ആൻഡ് ബാക്കി റിഷാദ് സാറും ഉണ്ടാവും. ആൻഡ് ദെൻ when it come to zoology, most of the chapters ഞാൻ തന്നെ ആയിരിക്കും എടുക്കുന്നത്. കെമിസ്ട്രിയിലേക്ക് zoologyയിലേക്ക് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഞാൻ തന്നെ ആയിരിക്കും. ആൻഡ് ബോട്ടണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സുധീഷ് സാർ, യുനോ എജുപോർട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൾട്ടിയാണ് സുധീഷ് സാർ. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൾട്ടീസിൻ്റെ ഒരു ലൈനപ്പോട് കൂടി തന്നെ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ അഫോർഡബിലിറ്റി, ആ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളുടെ അടുത്ത വർഷത്തെ പ്രിപ്പറേഷൻ കുളമാകരുത്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ കിട്ടണം എന്നൊരു നിർബന്ധം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മക്കളെ, നമ്മുടെ ഈ ഒരു ബാച്ചിനകത്ത് വളരെ ചെറിയ ഫീ ആണ് നമുക്ക് വരുന്നത്. ഒരു 25,000 പ്ലസ് GST എന്ന് പറയുന്നത്. ആ ഫീൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ കൂടെ ഇവിടെ കിട്ടാൻ പോവുകയാണ്. നിങ്ങൾക്ക് 425+ എബോവ് ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. 400+ ആണെങ്കിൽ 75% ഓഫ് ദ ഫീ നിങ്ങൾ അടക്കേണ്ടതില്ല, 25% മാത്രം അടച്ചാൽ മതി. 350യുടെയും 400ൻ്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% സ്കോളർഷിപ്പ് ഉണ്ട്. ആൻഡ് 300ൻ്റെയും 350യുടെയും ഇടയിലാണെങ്കിൽ 25% സ്കോളർഷിപ്പ് കിട്ടും. ആൻഡ് 200+ ആണെങ്കിൽ 10% നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഈവൻ സ്കോളർഷിപ്പ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന വളരെ ചെറിയൊരു പ്രൈസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ബാച്ചിന് ഇട്ടിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ പറയാം, 9207998855. അല്ലെങ്കിൽ താഴെ ഞാനൊരു ലിങ്ക് കൊടുക്കാം, ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, സോ നന്നായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മികച്ചൊരു റാങ്കിലേക്ക് എത്താൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബൈ.